വെൽക്കം ടു റിസപ്റ്റർ ടൈൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ടു സിസ്റ്റമിക് സർക്കുലേഷൻ. അതായത് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് മൂവ്മെൻ്റാണ്. എവിടുന്ന് നമ്മളിപ്പോൾ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷന് സിസ്റ്റമിക് സർക്കുലേഷനിലോട്ടുള്ള ഡ്രഗിൻ്റെ മൂവ്മെൻ്റാണ് പറയുന്നത്. ഇപ്പോൾ IV എന്ന് പറയുമ്പോൾ അതിന് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇല്ല. കാരണം അത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ബ്ലഡിലോട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പറയണമെങ്കിൽ IM ഡ്രഗ്സ്, ഇൻട്രാമസ്കുലാർ, ഓറൽ ഡ്രഗ്സ്, അതുപോലെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഡ്രഗ്സ്, സ്കിൻ പാച്ചസ്, ഓയിൻമെൻറ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അബ്സോർപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാർമക്കോകൈനറ്റിക്സിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അബ്സോർപ്ഷൻ. ഈ അബ്സോർപ്ഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമൈൻസ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. അതായത് ഇപ്പോൾ ഡ്രഗിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതായത് ഷോർട്ട് ആക്ടിങ് ഡ്രഗാണോ, ലോങ് ആക്ടിങ് ആണോ, വെരി ലോങ്, അങ്ങനെ നമുക്കതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, അബ്സോർപ്ഷൻ മനസ്സിലായിരിക്കണം. അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് ആക്ഷൻ, ഒരു ഡ്രഗിൻ്റെ എത്രത്തോളം ഇൻറ്റൻസ് ഉണ്ട് അതിൻ്റെ ആക്ഷൻ എന്ന് മനസ്സിലാക്കാൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബയോ അവൈലബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ തെറാപ്യൂട്ടിക് എഫക്ട്സിൻ്റെ അതിനെ എഫക്റ്റ് എസെൻഷ്യലാണ്. അത് നമുക്ക് എത്രത്തോളം ഡ്രഗ് നമ്മളെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അത് നമ്മളെ ബോഡിയിൽ എത്രത്തോളം ഡ്രഗ് അബ്സോർപ്ഷൻ നടക്കുന്നതെന്നുള്ളതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ഡ്രഗ് അബ്സോർപ്ഷൻ്റെ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് പറഞ്ഞത് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു, അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഡ്രഗ് ഡിസൊല്യൂഷൻ, തേർഡ് ക്രോസ് മെംബ്രെയിൻ, ഫോർത്ത് വൺ ഡ്രഗ് എൻഡസ് ബ്ലഡ് സ്ട്രീം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിച്ചു, ഓറൽ ഡോസേജ് ഓഫ് ഫോം എക്സാമ്പിൾ. ആ ടാബ്ലറ്റ് കഴിച്ചാൽ അത് നമ്മൾ ഇൻഡസ്ട്രിയിലെത്തി അല്ലെങ്കിൽ സ്റ്റൊമക്കിലെത്തി GI ട്രാക്റ്റിലെത്തിയിട്ട് എന്ത് ചെയ്ത് അത് ഡിസൊല്യൂഷൻ ചെയ്ത് സ്മാൾ പാർട്ടിക്കിൾസായി. എന്നിട്ട് അതെന്ത് ചെയ്യും, മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ. മെക്കാനിസം ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി 4 ടൈപ്സ് ആണ്. പാസീവ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, എൻഡോസൈറ്റോസിസ്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞാൽ പാസീവ് ഡിഫ്യൂഷൻ. പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമൺ മെക്കാനിസമാണ്. അത് നമുക്ക് എന്തുകൊണ്ട് ഒരു കാരിയർ പ്രോട്ടീൻ്റെ ആവശ്യമില്ല, കാരിയറിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരു എനർജീൻ്റെ ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ എലോങ് ആയിട്ടാണ് വർക്ക്. അതായത് ഒരു ഡ്രഗ് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലിപ്പിഡ് വാട്ടർ പാർട്ടീഷൻ കോഫിഷ്യൻ്റ് ഓഫ് എ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ ഫാക്ടേഴ്സൊക്കെ. ഇനി അടുത്ത നമ്മൾ ഇതിലാണ് മെജോറിറ്റി ഓഫ് ഡ്രഗ്സിൻ്റെയും എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പാസീവ് ഡിഫ്യൂഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാം ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന് എന്ത് വേണം, എനർജി വേണം, അതുപോലെ തന്നെ കാരിയർ മീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്. ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, സെലക്റ്റീവ് പ്രോസസ്സാണ്. ഇപ്പോൾ ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിൻ്റെ എഗെയിൻസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, ഇത് സെലക്റ്റീവായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. പിന്നെ എന്താ നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിന് എന്ത് വേണം, നല്ല ഒരു എനർജി റിക്വയർഡാണ്, ATP ഇതിന് അത്യാവശ്യം നമുക്ക് ഈ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കാരിയർ മീഡിയേറ്റഡ് ആണ്, ബട്ട് ഇതിന് എനർജി ആവശ്യമില്ല. ഇതും എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനോട്ട് സിമിലറായിട്ട് എലോങ് കോൺസെൻട്രേഷൻ, അതായത് ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട്. ഈ കാരിയർ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പാസീവ് ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസീവ് ഡിഫ്യൂഷനിൽ നമുക്ക് എന്തുണ്ട്, കാരിയർ മീഡിയേറ്റഡ് അല്ല, കരിയറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ബട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്, കാരിയർ മീഡിയേറ്റഡ് ആണ്, അതിന് എന്ത് വേണം, കാരിയർ പ്രോട്ടീന് ആവശ്യമുണ്ട്. എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻലി നമ്മൾ വെരി ലാർജ് ആയിട്ടുള്ള ഇംപെർമിയബിൾ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട് ഇൻസൈഡ് ദ സെല്ലിലോട്ടുള്ള പ്രോസസ്സാണ് എന്ത്,
എൻഡോസൈറ്റോസിസ്, അതായത് സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഡ്രഗിനെ എൻഗൾഫ് ചെയ്തിട്ട് ലാർജ് മോളിക്യൂൾസിനെ ഇതായിട്ട് സെല്ലിൻ്റെ ഉള്ളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അബ്സോർപ്ഷൻ, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഡ്രഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ് ബ്ലഡ് ഫ്ലോ. നമുക്കറിയാം ബ്ലഡ് ഫ്ലോ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹയർ ബ്ലഡ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രഗ് അബ്സോർബ് ചെയ്യും, ലോവർ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറയും. സർഫസ് ഏരിയ, ഇപ്പോൾ ഒരു ഡ്രഗ് സർഫസ് ഏരിയ കൂടിയ ഡ്രഗിൻ്റെ അങ്ങനെ എന്താണ് അതിൻ്റെ അബ്സോർപ്ഷനും ഫാസ്റ്റായിട്ട് നടക്കും. സർഫസ് ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അബ്സോർപ്ഷനും കുറയും. ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ടൈം, ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എംപ്റ്റിയിങ് ടൈം കൂടുമ്പോൾ എന്താണ് അബ്സോർപ്ഷന് സ്ലോ ആവും, ഫാസ്റ്റ് ആവും. ഡ്രഗ് ഫാക്ടേഴ്സ്, ലിപ്പിഡ് സൊല്യൂബിലിറ്റി അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പാർട്ടിക്കിൾ സൈസ് സ്മാൾ ആകുമ്പോൾ എന്താണ് അതിൻ്റെ സർഫസ് ഏരിയ കൂടും. നമുക്കറിയാം സർഫസ് ഏരിയ കൂടുമ്പോൾ എന്തുണ്ട് അബ്സോർപ്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും. ആ പാർട്ടിക്കിൾ സൈസ് സ്മാൾ ആകുമ്പോൾ പാർട്ടിക്കിൾ സൈസ് ലാർജ് ആകുമ്പോൾ എന്താണ് അബ്സോർപ്ഷന് ഡിക്രീസ് ആകും. ഡോസേജ് ഫോം, ഇപ്പോൾ IV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്സോർപ്ഷൻ പ്രോസസ്സ് ചെയ്യില്ല, ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലോട്ട് എൻ്റർ ആവുന്നതുകൊണ്ട്. ഇപ്പോൾ ഓറൽ അതുപോലെ ഓരോ ഡോസേജ് ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എഫക്റ്റ് ഓഫ് pH ഓൺ അബ്സോർപ്ഷൻ. ഇത് പറയുമ്പോൾ വീക്ക് അസിഡിക് ഡ്രഗ്സ് ആസിഡിക് മീഡിയത്തിലാണ് അബ്സോർബ് ചെയ്യുക. അതായത് ഇപ്പോൾ വീക്ക് അസിഡിക് ഡ്രഗ് ഒരു ബേസിക് മീഡിയത്തിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, അൺഅയണൈസ്ഡ് ഫോമിലായിരിക്കും എന്താ പറയുക അസിഡിക് മീഡിയത്തിൽ. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് നടക്കും മെംബ്രെയിൻസ്. ഇനി അപ്പോൾ മെയിൻലി ഈ വീക്ക് അസിഡിക് ഡ്രഗ്സൊക്കെ എവിടെ നിന്നാണ്, നമ്മളെ സ്റ്റൊമക്കിൽ നിന്നാണ് അബ്സോർപ്ഷൻ നടക്കുക. ഇനി വീക്ക് ബേസിക് ഡ്രഗ്സ് അസിഡിക് മീഡിയത്തിൽ എന്ത് ചെയ്യും, അയണൈസ്ഡ് ചെയ്തിട്ട് അയണൈസ്ഡ് ഫോമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും, അബ്സോർപ്ഷൻ നടക്കില്ല. ബട്ട് ഇൻ ബേസിക് ആൽക്കലൈൻ മീഡിയത്തിൽ എന്താക്കാരും വീക്ക് ബേസിക് ഡ്രഗ്സ് എന്ത് ചെയ്യും, അൺഅയണൈസ്ഡ് ഫോമിൽ തന്നെ ആയിരിക്കും അതിന്. അപ്പോൾ മെയിൻലി ബേസിക് ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ മെയിൻലി നടക്കുക നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് ബയോ അവൈലബിലിറ്റി ആണ് ഫ്രാക്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റ് ഡ്രഗ് റീച്ചിങ് സിസ്റ്റമിക് സർക്കുലേഷൻ അൺചെയിൻഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തു ബോഡിയിലോട്ട്, അത് സിസ്റ്റമിക് സർക്കുലേഷനിൽ അൺചേഞ്ച്ഡ് ആയിട്ട് എത്തുന്ന അത്ര എമൗണ്ട് ഉണ്ടോ, അതാണ് ബയോ അവൈലബിലിറ്റി. എമൗണ്ട് ഓഫ് ഡ്രഗ് റീച്ചിങ് സർക്കുലേഷൻ ബൈ അഡ്മിനിസ്ട്രേറ്റഡ് ഡോസ് ആണ് എന്ത് ബയോ അവൈലബിലിറ്റി പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓറലി ഒരു ഡ്രഗ് കഴിച്ചു, ആ ഡ്രഗ് നമ്മളെ ബ്ലഡിലോട്ട്, അതായത് നമ്മൾ കഴിച്ച GI ട്രാക്റ്റിൽ പോയി അതിൻ്റെത് കഴിഞ്ഞത് നമ്മൾ ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ടോ അതും നമ്മുടെ ഓറൽ മെഡിസിൻ ഡോസിൽ നിന്ന് എത്രത്തോളമാണ് നമ്മുടെ ഡ്രഗ് ബ്ലഡിലെത്തിയപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എമൗണ്ടാണ് എന്ത് ആ ഫ്രാക്ഷൻ എത്ര ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം നമ്മൾ മെയിൻലി ഒക്കെ ലിവറിലാണ്. ഓറൽ ഡ്രഗ്സ് അത് കാണപ്പെടുക. അപ്പം എന്താ ബയോ അവൈലബിലിറ്റി, അതായത് നമ്മൾ ഫസ്റ്റ്ലി നമ്മളിപ്പോൾ ഒരു ഡ്രഗ് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്തു, അത് ബ്ലഡ് സ്ട്രീമിൽ എത്തിയതിൻ്റെ ആക്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ മെറ്റബോളിസം നടക്കുന്ന ആ പ്രോസസ്സാണ് ഇത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഇത് മെയിൻലി കാണപ്പെടുന്നത് ഓറൽ ഡ്രഗ്സിനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി നോക്കാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എൻട്രി ഓഫ് ഡ്രഗ് ഇൻ ടു ബ്ലഡ്. ഈ അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അതിലെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ പാസീവ് ഡിഫ്യൂഷനാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എന്ത് വേണം, എനർജി വേണം. ഈ കുറേ ഫാക്ടേഴ്സ് എന്താണ് അബ്സോർപ്ഷൻ എഫക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ത് ചെയ്യും, ബയോ അവൈലബിലിറ്റി ഡിക്രീസ് ചെയ്യും. താങ്ക് യു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടിയും ഡീറ്റെയിൽഡായിട്ട് അബ്സോർപ്ഷൻ്റെ മെക്കാനിസംസ് നോക്കാം, ഫാക്ടേഴ്സ് അതുപോലെ ഫാർമക്കോകൈനസിസ് ഡിഫറൻസ് വീഡിയോസ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.